നമസ്കാരം. ഈ സർക്കാർ അധികാരത്തിലെത്തിയിട്ട് 100 ദിനങ്ങൾ പിന്നിടുകയാണ്. ഏറെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ദൈനംദിന വിഷയങ്ങളിൽ പ്രതികരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിന്റെ 100ാം ദിനത്തിൽ റേഡിയോ സന്ദേശത്തിലൂടെയാണ് നിലപാട് വ്യക്തമാക്കിയത്. സുസ്ഥിര പദ്ധതികളുമായി മുന്നോട്ടു പോകുന്ന സർക്കാരിന് 100 ദിവസം ജനങ്ങളുടെ പിന്തുണ ലഭിച്ചെന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി തുടങ്ങിയത്. 3 മിനിറ്റ് 20 സെക്കൻഡ് ദൈർഘ്യമുള്ള അഭിസംബോധനയിൽ വിവാദം ഒന്നും തൊട്ടില്ല. മൂലധന നിക്ഷേപത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമാണ് സർക്കാർ ഒരുപോലെ ഊന്നൽ നൽകുന്നത്. പരിമിതികളൊന്നും വികസനത്തിനും ക്ഷേമത്തിനും തടസ്സമാകില്ലെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഒരു ദ്വിമുഖ പരിപാടിയാണ് സർക്കാർ ഏറ്റെടുത്ത് നടത്തുന്നത്. പരിമിതികളേറെയുണ്ട്. എന്നാൽ നാടിന്റെ വികസനം, ജനങ്ങളുടെ ക്ഷേമം എന്നീ കാര്യങ്ങൾക്ക് ഒരുവിധ പരിമിതിയും തടസ്സമായിക്കൂടാ. ഈ നിശ്ചയത്തോടെയാണ് നീങ്ങുന്നത്. നാടിന്റെ ഒരുമ തകർക്കാൻ ചിത്രശക്തികൾ ശ്രമിക്കുന്നതായി പിണറായി ആരോപിച്ചു. ജാതിമത വേർതിരിവുകൾക്ക് അതീതമായി മനുഷ്യ മനസ്സുകളുടെ ഒരുമ കാത്തുരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് ഈ ഗവൺമെന്റ്. ഇതിനുള്ള നീക്കങ്ങളിൽ നിങ്ങൾ ഒപ്പമുണ്ടാകണം. കുട്ടികളുടെ ലഹരി ഉപയോഗം തടയൽ, മാലിന്യമുക്ത കേരളം, വിഷരഹിത പച്ചക്കറി കൃഷി എന്നിവയിൽ സർക്കാരിനും ജനങ്ങൾക്കുമുള്ള പ്രതിബദ്ധത മുഖ്യമന്ത്രി വിശദീകരിച്ചു. സ്ത്രീ സുരക്ഷ, വിലക്കയറ്റ നിയന്ത്രണം, ന്യായവില എന്നീ സർക്കാരിന്റെ പ്രവർത്തനങ്ങളും മുഖ്യമന്ത്രി ചുരുങ്ങിയ സമയത്തിൽ പരാമർശിച്ചു. നിങ്ങൾക്ക് എന്റെ ഹൃദയം നിറഞ്ഞ ഓണം ബക്രീദ് ആശംസകൾ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. പിണറായി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ സമയമായിട്ടില്ലെന്ന് VS അച്യുതാനന്ദൻ. LDF സർക്കാരിന്റെ 100 ദിവസത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തോടായിരുന്നു VSന്റെ പ്രതികരണം. ഒന്നും വിലയിരുത്താനായിട്ടില്ല. 100ൽ നീറുന്നതാര് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ മുൻമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, BJP മുൻ സംസ്ഥാന അധ്യക്ഷനും ദേശീയ നേതാവുമായ V മുരളീധരൻ, രാഷ്ട്രീയ നിരീക്ഷകൻ സന്നിക്കുട്ടി അബ്രഹാം എന്നിവർ അല്പസമയത്തിനകം ഫിഷറീസ് മന്ത്രി J മേഴ്സിക്കുട്ടിയമ്മയും ഈ ചർച്ചയിൽ പങ്കുചേരും. അതിഥികളിലേക്ക് പോകും മുൻപ് 1.5 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു ഇടവേള. നൂറാം നാളിൽ തനിനിറമെന്ത് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, ഈ സർക്കാരിന്റെ 100 ദിവസത്തെ പ്രവർത്തനങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നു താങ്കൾ? ഈ സർക്കാരിന് ഏറ്റവും കൂടുതൽ നേതൃത്വം കൊടുക്കുന്ന, അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കുമെന്ന് നമ്മൾ വിവക്ഷിക്കുന്ന ശ്രീ അച്യുതാനന്ദൻ തന്നെ പറഞ്ഞതെന്താ? വിലയിരുത്താൻ സമയമായിട്ടില്ല. അതൊരു പൊളിറ്റിക്കലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അസസ്മെൻ്റാണ് എന്ന് ഞാൻ കണക്കാക്കുന്നു. അദ്ദേഹം പോലും ആ നിലപാടാണെന്ന് വരികിൽ പിന്നെ നമുക്കെന്താ പറയാൻ കഴിയുക? വിലയിരുത്താൻ സമയമായിട്ടില്ല. പക്ഷേ സൂചനകളുണ്ട്. ആ സൂചനകളിൽ ഈ ഗവൺമെൻറ് എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട പ്രശ്നം. ഈ ഗവൺമെൻറ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പോകുമെങ്കിൽ ജനങ്ങളെ ഒന്നായി കാണാൻ തയ്യാറാകണം. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നിയമസമാധാന രംഗം. നിയമസമാധാന രംഗത്ത് പാർട്ടിയുടെ സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് പാടത്ത് പണി കൊടുത്താൽ വരമ്പത്ത് കൂലി കൊടുക്കുമെന്നാണ്. അടിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞതിൻ്റെ പച്ച മലയാളം. നല്ല പൊരിഞ്ഞ് അടി കൊടുക്കുമെന്നാണ്. ഞാൻ ചോദിക്കുക, പോലീസിനെ നിയന്ത്രിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഈ രൂപത്തിലുള്ള സമീപനമെടുത്താൽ അതിൻ്റെ അർത്ഥം എന്താ? പോലീസ് ഭരണത്തിൽ അദ്ദേഹത്തിന് വിശ്വാസമില്ല എന്ന് തന്നെയല്ലേ? അതിനി വരാൻ പോകുന്ന നാളുകളിൽ തെളിയാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വിലയിരുത്താൻ സമയമായിട്ടില്ല. ഗവൺമെൻറ് എടുക്കേണ്ട ചില മുൻഗണനാക്രമമുണ്ട്. ആ മുൻഗണനാക്രമത്തിൽ ആദ്യത്തേത് ജനങ്ങളെ ഒന്നായി കാണുക എന്നുള്ളത് തന്നെയാണ്. ജനങ്ങളെ തരംതിരിച്ച് കാണുന്ന ഒരു സമീപനം ഒരു സംസ്ഥാനത്തും ഗുണകരമല്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള നടപടികളുണ്ടാകണം. വികസന പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ ബജറ്റിലൂടെ വന്നിട്ടുള്ളത് കേരളത്തിലെ പ്രതിപക്ഷ MLAമാർ പ്രതിനിധാനം ചെയ്യുന്ന പ്രദേശത്ത് കഴിയുന്നത്ര അവരെ ഒഴിവാക്കി കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടന്നത്. പഴയ പദ്ധതികൾ നടപ്പാക്കുന്നതിന് വേണ്ടി തട്ടിയും മുട്ടിയും പോയില്ല എന്ന് ഞാൻ പറയുന്നില്ല. അതേസമയം കിട്ടേണ്ട പ്രാധാന്യം അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ ബ്യൂറോക്രസിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ നടപടി വേണ്ടേ? ആ ബ്യൂറോക്രസിയെ നിയന്ത്രിക്കുന്നതായിട്ടുള്ള സൂചനകളില്ല. അവർക്ക് തന്നിഷ്ടം പോലെ ചില ആളുകൾക്ക് പോകാനുള്ള അന്തരീക്ഷം കേരളത്തിലെ ഭരണത്തിനകത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കാൻ കഴിയാത്ത, പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൽ തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാത്ത, പോലീസിനെ നേരെ ചൊവ്വെ കൊണ്ടുപോകണം എന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിക്കാർ ഉപദേശിക്കുന്ന രൂപത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം എങ്ങനെ തൃപ്തികരം എന്ന് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് പറയാൻ കഴിയും? അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിനെ വിലയിരുത്താൻ സമയമായിട്ടില്ല. ഇതൊന്നും ഫൈനാലിറ്റിയിലെത്തി എന്ന് ഞാൻ പറയുന്നതേ ഇല്ല.
60 മാസമുള്ള ഒരു ഗവൺമെൻറ്റിന് 3 മാസത്തെ കാലാവധി എന്ന് പറയുന്നത് തുച്ഛമാണ്. അതിനുള്ളിൽ എല്ലാ പ്രശ്നവും പരിഹരിക്കണമെന്ന് പറയുന്നത് ശരിയല്ല. ഞാൻ അതുകൊണ്ട് അങ്ങനൊരു വാദഗതി പറയുന്നതേയില്ല. അതേസമയം ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ദിശയിലാണ് കാര്യങ്ങൾ പോകുന്നത് എങ്കിൽ കേരളത്തിൽ വളരെ 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 പ്രതിഷേധം ഉയരുന്നതിനുള്ള എല്ലാ സാധ്യതകളും നിൽക്കുകയാണ്. ശ്രീമതി ജെ മേഴ്സിക്കുട്ടിയമ്മയും ഈ ചർച്ചയിൽ പങ്കുചേരുകയാണ്. ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ, ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപമായി ശ്രീ തിരുവഞ്ചൂർ ചൂണ്ടിക്കാട്ടുന്നത് എല്ലാവരെയും ഒരുപോലെ തന്നെ കാണുന്നില്ല സർക്കാർ എന്നാണ്. അത് പ്രത്യേകിച്ചും സർക്കാരിൻ്റെ സംവിധാനമായിരിക്കുന്ന പോലീസ് ആ രൂപത്തിൽ കാണുകയാണ് എങ്കിൽ അതൊട്ടും ആശാസ്യമല്ല. ഒന്നാമത്തെ വിമർശനം അതാണ്. പിന്നെ അതിന് മറുപടി പറയുമ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ആദ്യത്തെ ഒരു വിലയിരുത്തൽ വാചകം കൂടിയുണ്ട്. അതിനുള്ള മറുപടിയും താങ്കൾ പ്രതീക്ഷിക്കുകയാണ്. മോഡറേഷൻ നൽകിയാൽ പോലും പാസ്സാകാൻ കഴിയാത്ത ഒരു സർക്കാർ. ഈ രണ്ട് അഭിപ്രായങ്ങളും വസ്തുതാപരമായി ശരിയേ അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. 100 ദിവസം കൊണ്ട് കേരളത്തിൽ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കുന്ന ഗവൺമെൻറ്റാണ്. അതിന് എത്ര കണ്ണുകൊണ്ടടച്ചിരുട്ടാക്കിയാലും അത് ഇരുട്ടാകുന്ന പ്രശ്നമേ ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, നമ്മുടെ രാജ്യത്ത് ലക്ഷക്കണക്കായി വരുന്ന പരമ്പരാഗത വ്യവസായ തൊഴിലാളികളെ സംരക്ഷിക്കും, അവർക്ക് തൊഴിൽ കൊടുക്കും എന്ന് ഗവൺമെൻറ് തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ വാഗ്ദാനം ഈ ഗവൺമെൻറ് നിറവേറ്റി തുടങ്ങി. അത് ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, സമയപരിമിതി കൊണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളായ കശുവണ്ടി വികസന കോർപ്പറേഷൻ, കാപ്പെക്സ് തുടങ്ങി 10,000-കണക്കിന് തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുന്ന തരത്തിലേക്ക് ഫാക്ടറികൾ തുറന്നു. അതുപോലെ ലക്ഷക്കണക്കായ തൊഴിലാളി പണിയെടുക്കുന്നതാണ് കയർ മേഖല. കയർ മേഖലയിൽ ഒട്ടേറെ നടപടികൾക്ക് തുടക്കം കുറിച്ചു. കൈത്തറി മേഖല, മത്സ്യബന്ധന മേഖല, ഈ മേഖലകളിലെല്ലാം ഒട്ടേറെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന തരത്തിലേക്ക് ഞങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു. വിലക്കയറ്റം നിയന്ത്രിക്കാൻ ശക്തമായ ഇടപെടൽ നടത്തി. 30% റിബേറ്റിൽ വില കുറച്ചുകൊണ്ട് 13 ഐറ്റങ്ങൾ മാവേലി സ്റ്റോർ വഴിയും ത്രിവേണി വഴിയും കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനം മാർക്കറ്റിൽ വരികയാണ്. അതുപോലെ പെൻഷൻ 7, 8, 9 മാസമായി കുടിശ്ശികയായിരുന്ന പെൻഷൻ കൃത്യമായി കുടിശ്ശിക തീർത്തു കൊടുക്കുകയും പുതുക്കിയ പെൻഷൻ 1000 രൂപയായി വർദ്ധിപ്പിക്കുകയും അത് വീടുകളിൽ എത്തിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞത് കൃത്യമായി ഞങ്ങൾ നിറവേറ്റി. വീടുകളിൽ ഇന്ന് ഒരു വീട്ടിൽ 2 പെൻഷൻ കിട്ടുന്നവർക്ക് 35,000 രൂപ വരെ വാങ്ങിയ വീടുകളാണുള്ളത്. ആ തരത്തിൽ ഏതൊരു മേഖല എടുത്തു നോക്കിയാൽ കാർഷിക മേഖല വളരെ ശക്തമായ ഇടപെടലാണ് നടത്തുന്നത്. നമ്മുടെ കേരളത്തിന്റെ വികസന കാഴ്ചപ്പാടിൽ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് രാജ്യത്തിന്റെ റോഡ് വികസനമാണെങ്കിലും ഫാക്ടറികളുടെ തുറന്നുള്ള പ്രവർത്തനം ഒരു വലിയ നേട്ടമായി സർക്കാർ പൊതുവിൽ ഉയർത്തിക്കാട്ടുന്നുണ്ടല്ലോ. പക്ഷേ മിനിസ്റ്റർ, ഇവിടെ പുതുതായി ഇങ്ങനെ ഈ 18,000 തൊഴിലാളികൾക്ക് ചിങ്ങം 1 തന്നെ ഈ ഫാക്ടറികൾ തുറന്ന പ്രവൃത്തി ദിനം നൽകാൻ കഴിഞ്ഞതിന് പിന്നിൽ ഏത് തരത്തിലുള്ള കശുവണ്ടി ഇറക്കുമതിയായിരുന്നു? ആ ഇറക്കുമതിയിൽ നേരത്തെ വില കുറച്ച് കിട്ടുമായിരുന്നത് പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കി നിർത്തിയത് അതിനേക്കാൾ കൂടിയ വിലയ്ക്ക് ഇപ്പോൾ സംഭരിച്ചുകൊണ്ടാണ് ഈ ഫാക്ടറികൾ ഈ പുതിയ നിങ്ങളുടെ വാഗ്ദാനം പാലിക്കുന്നതിൻ്റെ ഭാഗമായി തുറന്നിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളുണ്ട്. വാസ്തവമാണോ? അതെ, അതൊരു റിപ്പോർട്ട് മാത്രമാണ്. പരിപ്പിൻ്റെ വില കൂടിയാൽ സ്വാഭാവികമായി തോട്ടണ്ടിയുടെ വില കൂടും. ഇന്ന് മാർക്കറ്റ് റേറ്റ് കഴിഞ്ഞ 2-3 മാസത്തിന് മുമ്പുള്ള മാർക്കറ്റ് റേറ്റ് അല്ല പരിപ്പിനുള്ളത്. അനുദിനം വില വർദ്ധിക്കുകയാണ് പരിപ്പിന്. സർക്കാർ വന്നതിന് ശേഷം നിങ്ങൾ രണ്ട് ഘട്ടത്തിൽ ഈ വിഷയത്തിൽ ഇടപെട്ടപ്പോൾ ഒരു നിമിഷം, രണ്ടാമതിപ്പോ ഈ ചിങ്ങം 1 ഈ ഫാക്ടറികൾ തുറക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ തോട്ടണ്ടി സംഭരിച്ച വിലയും അതിന് മുൻപ് കിട്ടുമായിരുന്ന വിലയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പുതിയത് നിങ്ങളുടെ ഒരു നിർബന്ധിത സാഹചര്യമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ പരിഗണിക്കാതെ ഇപ്പോൾ ഈ ഫാക്ടറികൾ തുറക്കുക എന്ന മുഖ്യ ഉദ്ദേശത്തിൻ്റെ ഭാഗമായി അതിലൊക്കെ വിട്ടുവീഴ്ച ചെയ്തു എന്നാണ് വിമർശനം.